അവൾ പോലും അറിയാതെ അവളുടെ അധരങ്ങൾ പതിയെ മുഴിഞ്ഞു. അനുവിനെ കണ്ടതും അവൻ്റെ മുഖം വിടർന്നു. പിന്നെ ദേവി പറഞ്ഞതനുസരിച്ച് അനു അവർക്കുള്ള ചായയുമായി ഹാളിൽ അവരുടെ അടുത്തേക്ക് പോയി. ആനന്ദ് അവളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. എന്തോ ആ നോട്ടം അവളെ വല്ലാതെ അലോസരപ്പെടുത്തിയതുകൊണ്ടാവാം അവൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് പോയത്. പിന്നെ കുറച്ച് നിമിഷത്തിന് ശേഷം ചെറുക്കൻ പെണ്ണിനോടൊന്ന് സംസാരിക്കണമെന്ന് കിഷോർ അനുവിനോട് പറയാനായി ദേവിയെ ഏൽപ്പിച്ചു. ആദ്യം ഒരുപാട് എതിർത്തെങ്കിലും പിന്നെ നന്ദുവിൻ്റെ ദയനീയാവസ്ഥ കണ്ട് ഒട്ടും താല്പര്യമില്ലാതെയാണെങ്കിലും അവൾ റൂമിലേക്ക് പോയി. അനു ജനാലയിലൂടെ വിദൂരത്തേക്ക് കണ്ണും നട്ടിരിക്കുകയാണ്. നിനക്കെന്നെ ഓർമ്മയുണ്ടോ? പിറകിൽ നിന്നുള്ള ശബ്ദം കേട്ടതും അവളൊന്ന് ഞെട്ടി. പിന്നെ അവൾ ഒരു നിമിഷത്തിലേക്ക് ചിന്തകളിലേക്ക് മുഴുകി. അന്ന് അനു ഡിഗ്രി സെക്കൻഡ് ഇയർ ആയിരുന്നു. ആ സമയമാണ് ആനന്ദ് അവളുടെ അരികിലേക്ക് പ്രണയാഭ്യർത്ഥനയുമായി വന്നത്. അവൻ അവൾക്ക് നേരെ ഒരു പേപ്പറായിരുന്നു നീട്ടിയത്. അനു അത് വാങ്ങി. ശേഷം അവൻ ഐ ലവ് യു അനു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി. അനു അവൻ പോയ വഴിയെ തന്നെ നോക്കിക്കൊണ്ട് ആ പേപ്പർ തുറന്നു. അതൊരു പ്രണയലേഖനമായിരുന്നു. അവൾ അതിലെ ഓരോ വരികളും വായിച്ചു. എൻ്റെ ആത്മസഖിയെ നിനക്കായി 100 പ്രണയപ്പൂക്കൾ വിതറാനായി, ഹൃദയത്തിൽ സൂക്ഷിച്ചൊരായിരം പ്രണയകാവ്യം മൊഴിയാനായി, പ്രണയത്തിൽ ചാലിച്ച ഒരു നറുചുംബനം നൽകാനായി ഇന്നും എൻ ഹൃദയം വെമ്പുന്നു. ഇനിയും നീ അറിയുവാനായി എത്ര നാൾ കാത്തിരിക്കാം ഞാൻ നിനക്കായി മാത്രം. മാറ്റിവെക്കപ്പെട്ട എൻ ഹൃദയത്താളുകളെ നീ തൊട്ടറിയും വരെ നിനക്കായി മാത്രം. ഐ ലവ് യു അനു. ഇതിനു മുൻപേ അവൾക്ക് ഒരുപാട് പ്രപ്പോസൽസ് വന്നിട്ടുണ്ടെങ്കിലും ഒരുപാട് പ്രണയലേഖനങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും എന്തോ അതിനോടൊന്നും തോന്നാത്തൊരു പ്രണയം അവൾക്കതിലെ ഓരോ വരികളോടും തോന്നിയിരുന്നു. അതിലെ ഓരോ വരികളും അവളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിച്ചിരുന്നു. എന്തോ തനിക്കായി മാത്രം കുറിക്കപ്പെട്ടതായി അവൾക്ക് തോന്നി. പക്ഷെ അതൊരിക്കലും ആനന്ദിൻ്റെ വരികളല്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. പിന്നീട് അവൾ ആ വരികളുടെ യഥാർത്ഥ ഉടമയെ ഒരുപാട് തിരഞ്ഞു. പക്ഷേ ആ തിരച്ചിലിൻ്റെ അവസാനം നിരാശയായിരുന്നു ഫലം. അതോടെ അവൾ ആ തിരച്ചിൽ അവസാനിപ്പിച്ചു. പക്ഷേ ആ കത്ത് അവൾ സൂക്ഷിച്ചു. അപ്പോഴും ആ ജീവനുള്ള വരികളോട് അവൾക്ക് വല്ലാത്തൊരു പ്രണയമായിരുന്നു. പിന്നീട് ഗൗതം അവളുടെ വീട്ടിൽ വന്നപ്പോഴാണ് ആ വരികൾ അടർന്നു വീണത് ഗൗതമിൻ്റെ തൂലികയിൽ നിന്നാണെന്ന് അവൾ തിരിച്ചറിഞ്ഞത്. അവൾ തിരഞ്ഞു നടന്ന ആളാണ് തന്നെ വിവാഹം കഴിച്ചതെന്നുള്ളതും അവളിൽ അത്ഭുതം നിറച്ചു. ഒപ്പം ഒരു തരം കൗതുകവും. ആ നിമിഷം മുതൽ അവളിൽ ഗൗതമിനോടുള്ള പ്രണയം മുട്ടിട്ട് തുടങ്ങുകയായിരുന്നു. പക്ഷേ ആനന്ദ് ആ കത്തു തന്നതിന് ശേഷം 2 ദിവസത്തോളം അവളുടെ പിറകെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം അവനെ കണ്ടിട്ടില്ല. പിന്നെ കാണുന്നത് ഇന്നാണ്. അനു, നീയൊന്നും പറഞ്ഞില്ല. നിനക്കെന്നെ ഇപ്പോഴും ഓർമ്മയുണ്ടോ? അവൻ്റെ ആ ചോദ്യം വീണ്ടും ഉയർന്നപ്പോഴാണ് അനു ചിന്തകളിൽ നിന്നും ഉണർന്നത്. ഗൗതമിൻ്റെ ഓർമ്മകളിലേക്ക് പോയതുകൊണ്ടാവാം അവളുടെ കണ്ണുകളിൽ നനവ് പടർന്നത്. അനു പെട്ടെന്ന് തന്നെ കണ്ണൊക്കെ തുടച്ചു. ശേഷം അങ്ങനെ തന്നെ നിന്നുകൊണ്ട് അതേ എന്നർത്ഥത്തിലൊന്ന് മൂളി. ഓ, ഞാൻ കരുതി നീ എന്നെ ഒക്കെ മറന്നു കാണുമെന്ന്. അന്ന് നിന്നോട് ഇഷ്ടമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷം ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി. അവിടെ വെച്ച് ഞാൻ ഒരു പെൺകുട്ടിയായി പ്രണയത്തിലായി. പക്ഷെ അവളെന്നെ അവസാനം നൈസായിട്ടങ്ങ് തേച്ചിട്ട് പോയി. പിന്നെ ഞാൻ ഇവിടേക്ക് പോന്നു. ഇവിടെ എത്തിയപ്പോഴാണ് നിൻ്റെ വിവാഹം കഴിഞ്ഞതൊക്കെ അറിഞ്ഞത്. പിന്നെ ഞാൻ വേറൊരു പ്രപ്പോസൽ നോക്കുമ്പോഴാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയത്. ബട്ട് എനിവേ, ഐ ആം ഹാപ്പി ബിക്കോസ് ഒരു വട്ടം ഞാനും നിന്നെ ആഗ്രഹിച്ചതാണല്ലോ. എനിക്കെന്തായാലും ഈ വിവാഹത്തിന് ഓക്കെയാണ്. എന്താ തൻ്റെ അഭിപ്രായം? അവൻ പറഞ്ഞതൊക്കെ കേട്ട് അനു ഒരു നിമിഷം മൗനം പാലിച്ചു. കാരണം അപ്പോഴും അവളുടെ മനസ്സിൽ ഗൗതമിൻ്റെ പുഞ്ചിരിച്ച മുഖം തെളിഞ്ഞു നിന്നു. ആ നിമിഷം താല്പര്യമില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിലും നന്ദുവിന് വേണ്ടി അനു അവളുടെ ജീവിതം ത്യജിക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഒരിക്കലും ആനന്ദിനെ ഗൗതമിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ സാധിക്കില്ലെന്ന് അവൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചോളൂ, എനിക്ക് എതിർപ്പൊന്നുമില്ല. ഉള്ളു വിങ്ങുന്നുണ്ടായിരുന്നെങ്കിലും അതും പറഞ്ഞവൾ വെളിയിലേക്ക് പോയി. അവൾ പോയ വഴിയെ നോക്കി ആനന്ദ് ഒന്ന് പുഞ്ചിരിച്ചു. പിന്നീടെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. എല്ലാവരും കൂടെ വിവാഹം ഉറപ്പിച്ചു. ആനന്ദിന് അധികം ലീവില്ലാത്തതുകൊണ്ട് വിവാഹം 1 ആഴ്ച കൊണ്ട് നടത്താനായിരുന്നു തീരുമാനം. അതറിഞ്ഞപ്പോൾ തന്നെ ബന്ധുക്കാരെ കൊണ്ട് വീട് നിറഞ്ഞിരുന്നു.
എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. അനുവും ദേവിയും നന്ദുവും കിഷോറും ഒഴിച്ച്. കാരണം അവർക്കറിയാമായിരുന്നു, പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും അവൾ ഉള്ളിൽ സ്വയം ഉരുകിത്തീരുകയാണെന്നത്. അങ്ങനെ നിമിഷങ്ങൾ മിനിറ്റുകളിലേക്കും, മിനിറ്റുകൾ മണിക്കൂറുകളിലേക്കും, മണിക്കൂറുകൾ ദിവസങ്ങളിലേക്കും പരിണമിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ആ ദിവസം വന്നെത്തി. അതെ, ഇന്നാണ് അനുവിൻ്റെയും ആനന്ദിൻ്റെയും വിവാഹം. ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഒരിക്കൽ കൂടി അവൾ നവവധുവായി അണിഞ്ഞൊരുങ്ങി. എല്ലാത്തിനും മുൻപ് തന്നെ അനു അവളുടെ നെറുകയിലെ ആ സിന്ദൂരം മായ്ച്ചിരുന്നു. ആ നിമിഷം അവളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. അന്ന് തൻ്റെ പൂർണ്ണ സമ്മതത്തോടെ അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വിവാഹിതയായി. ആ ദിവസമില്ലാത്ത സങ്കടവും ഭീതിയും ഇന്ന് തൻ്റെ സമ്മതത്തോടെ നടക്കുന്ന വിവാഹ ദിവസം അവളിൽ ഉടലെടുത്തത് ഒരത്ഭുതത്തെ നിറച്ചു. ശേഷം നന്ദുവും ദേവിയും കൂടെ അനുവിനെ മണ്ഡപത്തിലേക്കിരുത്തി. ആനന്ദ് അവളെ ഒന്ന് നോക്കി. പക്ഷെ അവളുടെ കണ്ണുകൾ അവനെ തേടിപ്പോയില്ല. ഈ ദിവസത്തോടെ ഗൗതം തനിക്കിനി തീർത്തും അപരിചിതനായി മാറുമെന്ന യാഥാർത്ഥ്യത്തെ അവൾക്ക് ഉൾക്കൊള്ളാനായില്ല. അതുകൊണ്ടാവും അവളുടെ കണ്ണുകൾ നിറഞ്ഞത്. ഹൃദയം ഒരിക്കൽ കൂടി ഗൗതമിനെ തൻ്റേത് മാത്രമായി കാണാൻ വല്ലാതെ കൊതിച്ചു. ഒരു നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിയോടാൻ അവൾക്ക് തോന്നി. ചെണ്ടമേളം തുടങ്ങി. എല്ലാവരും കണ്ണുകൾ അവർക്ക് നേരെയായി. പക്ഷെ അതെല്ലാം അനുവിനെ കൊണ്ടെത്തിച്ചത് ഗൗതമിൻ്റെയും അവളുടെ വിവാഹ ദിവസത്തിലെയും ഓർമ്മയിലേക്കായിരുന്നു. പൂജാരി താലിയെടുത്ത് ആനന്ദിൻ്റെ കയ്യിൽ കൊടുത്തു. ആനന്ദ് അത് വാങ്ങി. ശേഷം അവൻ അനുവിനെ ഒന്ന് നോക്കി. പക്ഷെ ആ സമയം അവൾ സ്വയം ഒരു ജീവശവമായി മാറുകയായിരുന്നു. അവളുടെ ഹൃദയമിടിപ്പിൻ്റെ വേഗത കൂടിക്കൊണ്ടിരുന്നു. ആനന്ദ താലി അവളുടെ കഴുത്തിലേക്ക് കെട്ടാൻ തുനിഞ്ഞതുമായിരുന്നു അത് സംഭവിച്ചത്. നിർത്ത്! ഉച്ചത്തിലുള്ള ആ ശബ്ദം കേട്ടതും എല്ലാവരും ഞെട്ടിത്തരിച്ചുകൊണ്ട് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അവിടെയുള്ള ആളെ കണ്ടതും എല്ലാവരും അത്ഭുതത്തോടെ മുഖത്തോട് മുഖം നോക്കി. ഒപ്പം ആനന്ദും. അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഗൗതം! അവളുടെ അധരങ്ങൾ നേർത്ത സ്വരത്തിൽ മന്ത്രിച്ചു. അവിടെ കണ്ടത് അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അവളൊന്നും മനസ്സിലാവാതെ, അതിലുപരി ഒരുപാട് സംശയത്തോടെയും അവനെ തന്നെ നോക്കി. ആനന്ദ് താലി കയ്യിൽ തന്നെ പിടിച്ചു. ഗൗതമിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിട്ടുണ്ടായിരുന്നു. അവനവൻ്റെ മുഷ്ടി ചുരുട്ടി ദേഷ്യത്തോടെ സ്റ്റേജിലേക്ക് കയറി. അപ്പോഴേക്കും അനുവും ആനന്ദും ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റിരുന്നു. ഗൗതം അനുവിന് അഭിമുഖമായി നിന്നു. അനു അവനെ തന്നെ നോക്കി നിന്നു. ഗൗതം, നീ ഇവിടെ? ആനന്ദ് അത്ഭുതത്തോടെ പറഞ്ഞു. അതെ, ഗൗതം തന്നെയാ. ഗൗരവത്തിൽ അതും പറഞ്ഞുകൊണ്ട് അവൻ അനുവിൻ്റെ നേർക്ക് തിരിഞ്ഞു. എന്താ ഇതൊക്കെ? ഒട്ടും ഗൗരവം കുറയ്ക്കാതെ തന്നെ ഗൗതം അവളോടായി ചോദിച്ചു. പക്ഷേ അനു അവന് നൽകിയ മറുപടി മൗനമായിരുന്നു. ഇന്ന് ഞങ്ങളുടെ വിവാഹമാണ് ഗൗതം. അത് കേട്ടതും ഗൗതം ചുവന്ന കണ്ണുകളോടെ ആനന്ദിനെ നോക്കി. ഞാൻ നിന്നോട് ചോദിച്ചോ? ഞാൻ ചോദിച്ചത് ഇവളോടാണ്. പറ അനു, എന്താ ഇവിടെയെന്ന്? അത് കേട്ടതും അനു പറഞ്ഞു തുടങ്ങി. കേട്ടില്ലേ, ഇന്ന് ഞങ്ങളുടെ വിവാഹമാണ്. അവൾ തല താഴ്ത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു. അത് കേട്ടതും അവൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. ഓഹോ, അപ്പം ഞാൻ നിൻ്റെ ആരാടി? അല്ല, നിൻ്റെ കല്യാണത്തിന് എൻ്റെ സമ്മതമൊന്നും വേണ്ടേ? അപ്പോഴും അനുവിന് പറയാൻ ഒരുപാടുണ്ടായിരുന്നെങ്കിലും ഒരുപക്ഷെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ അവൾ തളർന്നു പോവുമെന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് അവൾ തല കുനിച്ചുകൊണ്ട് മൗനത്തെ കൂട്ടുപിടിച്ചു. അതിനിതൊക്കെ പറയാൻ നീ അവളുടെ ആരാടോ? എന്തധികാരമാണ് നിനക്ക് അവളുടെ മേലുള്ളത്? അത് കേട്ടതും ഗൗതം ഒന്ന് പൊട്ടിച്ചിരിച്ചു. അവളുടെ ഭർത്താവെന്ന അധികാരം, അതുപോരെ അവളുടെ മേലുള്ള അവകാശത്തിന്? അത് കേട്ടതും ആനന്ദ് ഞെട്ടിത്തരിച്ചു നിന്ന് പോയി. വാട്ട്? നീയോ? എന്തേ, നിനക്ക് വിശ്വാസം വരുന്നില്ലേ? എങ്കിൽ നിന്നെ ഞാൻ വിശ്വസിപ്പിക്കാം. അതും പറഞ്ഞുകൊണ്ട് ഗൗതം അവൻ്റെ ഫോണിലുള്ള അവരുടെ വിവാഹ ഫോട്ടോ കാണിച്ചു. എന്താ ആനന്ദേ, ഇപ്പോൾ വിശ്വാസമോ? ഓക്കെ ഫൈൻ, ബട്ട് ഇപ്പം നിങ്ങൾ ഡിവോഴ്സ്ഡ് ആണ്. സോ നിനക്ക് ഇവളുടെ മേലൊരു അവകാശമില്ല. മോനെ ആനന്ദേ, ഞാനും അനു ഇതുവരെ ഡിവോഴ്സ്ഡ് ആയിട്ടില്ല. നിയമപരമായി അനു ഇപ്പോഴും എൻ്റെ ഭാര്യയാണ്, അനാമിക ഗൗതം മേനൻ. പിന്നെ ഞാൻ ജീവനോടെ ഉള്ളപ്പം എങ്ങനെയാണ് നീ ഇവളെ കെട്ടുന്നത്? പിന്നെ നിന്നോട് എന്നെ അങ്ങ് തെക്കോട്ട് എടുത്തിട്ട് മതി നിൻ്റെ രണ്ടാം കെട്ടൊക്കെ, അവൻ അനുവിനോടായി പറഞ്ഞു. മതി, നിർത്ത് ഗൗതം, ഒരുപാടായല്ലോ പറയുന്നു. എന്താ, ഇതൊന്നും നിങ്ങൾക്ക് ബാധകമല്ലേ? നിലവിലൊരു ഭാര്യയുള്ളപ്പോൾ നിങ്ങൾ വേറെ കെട്ടിയല്ലോ, അതിന് പ്രശ്നമൊന്നുമില്ലേ? നിറഞ്ഞു നിന്ന കണ്ണുകളോടെ അവൾ ചോദിച്ചു. അത് കേട്ടതും ഗൗതം അവളെ ഒന്ന് നോക്കി ശേഷം ഒന്ന് പുഞ്ചിരിച്ചു.
അതിന് ഞാൻ വേറെ കെട്ടിയില്ലല്ലോ. അത് കേട്ടതും അനു സ്തംഭിച്ചു നിന്നുപോയി. അപ്പം നിഖിത? അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. നിഖിത ഞങ്ങളുടെ വിവാഹമൊക്കെ തീരുമാനിച്ചിരുന്നു. ബട്ട് കല്യാണ ദിവസം ഞാൻ പിന്മാറി. കാരണം എൻ്റെ ഭാര്യ ജീവനോടുള്ളപ്പം ഞാനിങ്ങനെ വേറൊരാളെ കെട്ടുന്നത്. ഗൗതം അനുവിൻ്റെ കവിളിലൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു. അതിന് അനു ഒന്നും മിണ്ടിയില്ല. എന്നാൽ നമുക്ക് പോവാം, വാ. അതും പറഞ്ഞ് ഗൗതം അനുവിൻ്റെ കയ്യിൽ പിടിച്ചു. നടക്കാൻ തുനിഞ്ഞതും അനു അവൻ്റെ കൈ തട്ടി മാറ്റി. ഞാനില്ല. നമ്മുടെ വിവാഹ സാഹചര്യം മൂലം നടന്നതാണ്. അത് വെറും ഒരു സാഹചര്യം വന്നപ്പം നിങ്ങൾ തന്നെ വേണ്ടെന്ന് വെച്ചതുമാണ്. ഇനി അത് അങ്ങനെ തന്നെ നിന്നോട്ടെ. അന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ, അനുവിൻ്റെയും ഗൗതമിൻ്റെയും ചാപ്റ്റർ അതോടെ ക്ലോസ്ഡ് എന്ന്. ഇനി അത് മാറ്റണമെന്നില്ല. അന്ന് നിഖിതയ്ക്ക് വേണ്ടി തന്നെ ഉപേക്ഷിച്ചതും കണ്ണുനീരിനെ കൂട്ടുപിടിച്ച രാത്രികളും അവളുടെ കൺമുമ്പിലേക്ക് വന്നതുകൊണ്ടാവാം. മനസ്സ് അവനോടൊപ്പം പോകാൻ ഒരുപാട് ആഗ്രഹിച്ചെങ്കിലും അവൾ ഒരുപാട് വേദനയോടെയാണെങ്കിലും അവനെ നിഷേധിച്ചത്. ഒരു തരത്തിൽ അവനോടുള്ള അവളുടെ പരിഭവങ്ങളാണത്. ഓഹോ, അങ്ങനെയാണോ? ശരി. അതും പറഞ്ഞുകൊണ്ട് ഗൗതം പിറകിലോട്ട് തിരിഞ്ഞുകൊണ്ട് ആര്യയെ നോക്കി. അവളുടെ അരികിലായി നീരവും ഉണ്ടായിരുന്നു. എന്തോ മനസ്സിലായ പോലെ ആര്യ അവൻ്റെ അരികിലേക്ക് വന്നു. ശേഷം കയ്യിലേക്കൊരു ബോക്സ് നീട്ടി. അനു അതിലേക്കും ഗൗതമിനെയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. ശേഷം ഗൗതം ആ പെട്ടി തുറന്ന് അതിൽ നിന്നും താലിയെടുത്ത്, അതെ, അവൻ അനുവിൻ്റെ കഴുത്തിൽ അണിയിച്ച അതേ താലി, അത് കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. ആ നിമിഷം അവളുടെ ഉള്ളിൽ ഉടലെടുത്ത വികാരത്തെ അവൾക്ക് തിരിച്ചറിയാനായില്ല. അവൾ ഒരു നിമിഷം ആ താലിയിലേക്ക് കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. ബാക്കി എല്ലാവരും ഇനി എന്ത് എന്ന പോലെ ആകാംക്ഷയോടെ അവരെ തന്നെ വീക്ഷിച്ചു നിന്നു. ശേഷം ഗൗതം ഒരു മുഖവുരയും കൂടാതെ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ആ താലി അവളുടെ കഴുത്തിൽ അണിയിച്ചു. അനു ഒന്നും പ്രതികരിക്കാനാവാതെ അങ്ങനെ തന്നെ നിന്നു. ശേഷം ഗൗതം അവിടെ മണ്ഡപത്തിൽ വെച്ചിരുന്ന സിന്ദൂരമെടുത്ത് അതവളുടെ നെറുകയിൽ ചാർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി അവൻ അവളുടെ സീമന്തരേഖ ചുവപ്പിച്ചു. അപ്പോഴും അനു അവനെ തന്നെ നോക്കി നിന്നതല്ലാതെ ഒന്നും പ്രതികരിച്ചില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. സന്തോഷത്തിൻ്റെ കണ്ണീരായിരുന്നു അത്. പക്ഷെ അപ്പോഴും അവനോടുള്ള പരിഭവവും പരാതിയും അവളിൽ ബാക്കിയായി. ഇപ്പം ഞാനിതൊക്കെ അണിയിച്ചത് സാഹചര്യം മൂലമല്ല, എൻ്റെ ഇഷ്ടപ്രകാരമാണ്. പിന്നെ ഒരു കാര്യം കൂടെ, ഇപ്പം ഞാനിതൊക്കെ അണിയിച്ചത് സാഹചര്യം മൂലമല്ല, എൻ്റെ ഇഷ്ടപ്രകാരമാണ്. പിന്നെ ഒരു കാര്യം കൂടെ, ഇതണിയിക്കാനുള്ള അവകാശം അതെനിക്ക് മാത്രമാണ്. അവൻ അത്രയും പറഞ്ഞ് അനുവിനെ ഒന്ന് നോക്കി. ആ സമയം അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞ വികാരം എന്താണെന്ന് അവന് മനസ്സിലാക്കാനായില്ല. ഗൗതം, നീ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? നീ ഉപേക്ഷിച്ച് വീട്ടിൽ കൊണ്ടാക്കിയതല്ലേ അവളെ, എന്നിട്ടിപ്പോൾ? അയാൾ അത്ര പറഞ്ഞപ്പോഴേക്കും ഗൗതം കിഷോറിനെ ഒന്ന് നോക്കി. ശേഷം പറഞ്ഞു തുടങ്ങി. ഇപ്പം ഞാൻ ചെയ്തതാണ് കുറ്റം. നിങ്ങൾ രണ്ടുപേരും കൂടെ കളിച്ച നാടകമല്ല. പിന്നെ നിങ്ങളുടെ മോളെ ഇവിടെ വരെ എത്തിച്ചതും അതാണല്ലോ, അവൻ പരിഭവത്തോടെ പറഞ്ഞു. അത് കേട്ടതും അനു ഒന്നും മനസ്സിലാവാതെ കിഷോറിനെ ഒന്ന് നോക്കി.